പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 12.1-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. A survey conducted by an organization for the cause of illness and death among the women between the ages 15 to 44 in years worldwide found the following figures in percentage. Okay, ഇവിടെ നമുക്ക് ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്ത സർവേയുടെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഇവിടെ ടേബിളിൽ തന്നിട്ടുള്ളത്. 15 to 44 ഇയേഴ്സിലുള്ള വുമന്റെ ഇൽനെസ്സിനും ഡെത്തിനും കാരണമാകുന്നത് എന്താണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ഇൻഫർമേഷൻ ഗിവൺ എബവ് ഗ്രാഫിക്കലി, ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പം ഇവിടെ എങ്ങനെയുള്ള ഗ്രാഫാണ് വരയ്ക്കേണ്ടതെന്ന് നമുക്ക് ഇൻഫർമേഷൻ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ബാർ ഗ്രാഫ് വരച്ചു, ഹിസ്റ്റോഗ്രാം വരച്ചു, ഫ്രീക്വൻസി പോളിഗൺ പഠിച്ചു, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ഇതിൽ ഏത് ഗ്രാഫാണ് ഇവിടെ നമ്മൾ വരയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഡേറ്റ കാണുമ്പം തന്നെ മനസ്സിലാവും. ഇവിടെ നമുക്ക് സിംഗിൾ ബാർ ഗ്രാഫ് ആണ് ഇവിടെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുക. അപ്പൊ നമുക്ക് സിംഗിൾ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ കോസസിനെ നമ്മൾ എക്സ് ആക്സിസ്, അതായത് ഹൊറിസോണ്ടൽ ലൈനിൽ എടുക്കും. ഈ ഫീമെയിൽ ഫെർട്ടിലിറ്റി റേറ്റിനെ നമ്മൾ വൈ ആക്സിസിൽ എടുക്കും. അപ്പോൾ വൈ ആക്സിസിൽ എടുക്കുമ്പോൾ നമ്മളിവിടെ സ്കെയില് ചൂസ് ചെയ്യണം. സ്കെയില് ഇതാ നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് എങ്ങനെയുള്ളതാണ്? 4.1, 4.3, 12.4, 25, 31.8. അപ്പൊ നമുക്ക് ഏകദേശം 32 വരെ നമുക്ക് വേണ്ടി വരും. അപ്പൊ ഈ പോയിന്റ് ഇട്ട് നമുക്ക് ഇവിടെ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് യൂണിറ്റ് 5 വെച്ചിട്ട് എടുത്താൽ നമുക്ക് ഈ 4.1, 25.4 ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് 2% വെച്ചെടുക്കാം. ഇവിടെ പെർസെൻറ്റേജിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് നമുക്ക് ഇവിടെ 2% വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്കൊന്ന് വരയ്ക്കാം. അപ്പൊ എനിക്കിവിടെ 32 വരെ സ്പേസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ എക്സ് ആക്സിസ് ഇവിടെ ലാസ്റ്റ് ലൈനിൽ ഞാൻ വരയ്ക്കുകയാണ്. നിങ്ങൾ വരയ്ക്കുമ്പം ഒരു യൂണിറ്റ് മേളിലോട്ട് കയറ്റി വെച്ചിട്ട് ഇവിടെ വേണം എക്സ് ആക്സിസ് വരയ്ക്കാൻ. എനിക്ക് ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എക്സ് ആക്സിസ് ഏറ്റവും ലാസ്റ്റിലത്തെ ലൈനിലാണ് വരയ്ക്കുന്നത്. വൈ ആക്സിസ് ഞാൻ ഇവിടെ വരച്ചു. അപ്പോൾ ഞാനിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. ദിസ് ഈസ് വൈ ആക്സിസ് ആൻഡ് ദിസ് ഈസ് എക്സ് ആക്സിസ്. ഇനി നമ്മൾ അടുത്തത് സ്കെയിൽ എഴുതുന്നു. സ്കെയില് നമ്മൾ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 2% എന്നാണ് നമ്മൾ എടുത്തത്. അപ്പൊ അതും കൂടെ എഴുതുക. ഇനി നമ്മളിവിടെ ദിസ് ഈസ് 0. ഇനി നമ്മൾ ഇവിടേക്ക് വൈ ആക്സിസിൽ നമ്മുടെ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് 2, 4 ഇങ്ങനെ 32 വരെ നിങ്ങൾ മാർക്ക് ചെയ്യുക. 32 വരെ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ എക്സ് ആക്സിസിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കണ്ടീഷൻസ്. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കണ്ടീഷൻസ് എന്നുള്ളത് നമുക്ക് എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഒരു യൂണിറ്റിനകത്ത്. അപ്പം ഞാൻ ഇതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്ത് RHC എന്ന് ഞാൻ എഴുതുന്നു. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ആദ്യം ഇവിടെ ഒരു യൂണിറ്റ് വിട്ടിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ബാർ വരയ്ക്കാനായിട്ട്. അപ്പം ഇത് ഞാൻ ഇവിടെ ഞാൻ RHC റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കണ്ടീഷൻ ഫസ്റ്റ് വൺ, അത് എത്രയാണ്? 31.8 ആണ്. അപ്പൊ നിങ്ങളിത് ഇവിടെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ച് കാണിക്കാം. നമ്മൾ ഇതാണ് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് 28, ഇത് 30. അപ്പൊ 29 എവിടെ വരും? ഈ ഒരു യൂണിറ്റിന്റെ നടുക്ക് ചെറുതായിട്ട് ഡാർക്ക് ആക്കിയ ഒരു ലൈൻ കാണും അല്ലേ. എൻ്റെ ഈ ഗ്രാഫിൽ അത് എടുത്തറിയത്തില്ല, നിങ്ങളുടെ ഗ്രാഫ് പേപ്പറിൽ നോക്കിയാൽ അതറിയാം. അപ്പൊ അതെന്തായിരിക്കും? അത് 29 ആയിരിക്കും. ഇനി ഇതിന്റെ ബിറ്റ്വീൻ കുറെ കുഞ്ഞു ലൈനുകളുണ്ട് അല്ലേ. അപ്പൊ ഇത് 28.2, 28.4, 28.6, 28.8, 29. കണ്ടോ? ഇടയ്ക്കുള്ള ഈ 4 കുഞ്ഞു ലൈനുകൾ, ഈ ഓരോ ലൈനും നമുക്ക് 0.2 ആയിട്ട് എടുക്കാം. അപ്പൊ 28.2, 28.4, 28.6, 28.8
29. അടുത്തത് 29.2, 29.4, 29.6, 29.8. ഇവിടെ വരുമ്പോൾ 30. മനസ്സിലായല്ലോ? ഇങ്ങനെ വരും. അതേപോലെ നമുക്കിവിടെ എത്രയാണ് മാർക്ക് ചെയ്യേണ്ടത്? 31.8 ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് ഇവിടെ 13, 32. 31 എവിടെ വരും? കറക്റ്റ് ഈ മിഡിലുള്ള ഒരു ഡാർക്ക് ലൈൻ വരും. അപ്പൊ നമുക്ക് 31.8 ആണ് വേണ്ടത്. അപ്പൊ 31.8 32ന്റെ നേരെ താഴെയുള്ളത് ഈ കുഞ്ഞി ലൈൻ ആയിരിക്കും 31.8. 32 അല്ല, 32ന്റെ നേരെ തൊട്ട് താഴെയുള്ള കുഞ്ഞു വര, അതാണ് 31.8. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു യൂണിറ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. നമ്മുടെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു യൂണിറ്റ് വിട്ടിട്ടാണ്. അപ്പൊ അതായത് ഈ 32ന്റെ തൊട്ട് താഴെയുള്ള ഈ കുഞ്ഞു വരയാണ് 31.8. ഇവിടെ നിങ്ങൾ സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് ഇവിടെ താഴേക്ക് ലൈൻ വരയ്ക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ 31.8 നമ്മൾ മാർക്ക് ചെയ്തു. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കണ്ടീഷൻസ്. ഇനി അടുത്തത് വരയ്ക്കാൻ നേരം നമ്മൾ ഒരു യൂണിറ്റ് വിട്ടിട്ടാണ് ഇനി നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു യൂണിറ്റ് വിട്ടിട്ട് അടുത്തതിന് നമ്മുടെ ഇതാണ്. അതെന്താണ്? ന്യൂറോ സൈക്യാട്രിക് കണ്ടീഷൻസ് ആണ്. അപ്പൊ അതിനെ ഞാൻ NC എന്ന് എടുക്കുന്നു. മൊത്തം കൂടി എഴുതാൻ നമുക്ക് സ്ഥലമില്ല, അതുകൊണ്ട് ന്യൂറോ സൈക്യാട്രിക് കണ്ടീഷൻസിനെ ഞാൻ NC എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് 25.4. അപ്പൊ 25.4 എവിടെ വരും? 24നും 26നും നേരെ നടുക്കായിട്ട് വരും 25. അപ്പൊ 25.4 ആണ്. അപ്പൊ ആ നടുക്ക് വരുന്ന ആ ലൈനിൽ നിന്ന് അടുത്ത രണ്ടാമത്തെ കുഞ്ഞു ലൈൻ ഇതാണ് 25, 25, 25.2, 25.4. ഇത് വരും. 25 കഴിഞ്ഞിട്ട് അടുത്ത കുഞ്ഞു ലൈനാണ് നമ്മുടെ 25.4 ആയിട്ട് വരിക. 24നും 26നും നേരെ മിഡിലിൽ വരുന്നതാണ് 25. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ആ കുഞ്ഞു ലൈനാണ് 25.4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ബാറും നമ്മൾ വരച്ചു. ഇനി അടുത്ത മൂന്നാമത്തത് എന്താണ്? ഇഞ്ചുറീസ്. ഇഞ്ചുറീസ് 12.4 ആണ്. അപ്പൊ വീണ്ടും ഞാനിവിടെ ഒരു യൂണിറ്റ് വിട്ടതിന് ശേഷം ഞാൻ അടുത്തത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇഞ്ചുറീസ്. അതിന് ഞാൻ IN ഇങ്ങനെ കൊടുക്കുന്നു. മൊത്തത്തിൽ എഴുതാൻ സ്ഥലമില്ല. ദാറ്റ് ഈസ് 12.4. അപ്പൊ 12 ഇവിടെ വരും. ഇതാണ് 12.4 ആണ്. അപ്പൊ 12 ഇവിടെയാണ്. 12.4 എന്ന് പറയുന്നത് അപ്പം 12 കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കുഞ്ഞു ലൈനാണ് 12.4. അപ്പൊ അത് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നാലാമത്തത് കാർഡിയോവാസ്കുലാർ കണ്ടീഷൻസ്. ദാറ്റ് ഈസ് 4.3. കാർഡിയോവാസ്കുലാർ കണ്ടീഷന് ഞാൻ CC എന്ന് എഴുതുന്നു. അപ്പൊ വീണ്ടും ഒരു യൂണിറ്റ് വിട്ടിട്ട് ഇവിടെയാണ് നമ്മുടെ ബാർ വരിക. കാർഡിയോവാസ്കുലാർ കണ്ടീഷൻ CC എടുക്കുന്നു. ദാറ്റ് ഈസ് 4.3. അപ്പൊ 4 ഇവിടെയാണ്. അടുത്ത കുഞ്ഞു ലൈൻ 4.2. 4.3 അപ്പൊ എവിടെ വരും? അടുത്ത കുഞ്ഞു ലൈനിന്റെ നടുക്കുള്ള ആ സ്പേസ് ആണ് 4.3 ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് നോക്കി വരയ്ക്കുക. ലൈനിലല്ല, രണ്ട് ലൈനുകൾക്ക് ബിറ്റ്വീൻ വരുന്ന സ്പേസ് ആയിരിക്കും 4.3. അപ്പൊ അത് നമ്മുടെ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് റെസ്പിറേറ്ററി കണ്ടീഷൻസ് 4.1. അപ്പൊ അതിന് ഞാൻ RC എന്ന് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഒരു യൂണിറ്റ് വിട്ടതിന് ശേഷം നമ്മുടെ ബാറിനുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. റെസ്പിറേറ്ററി കണ്ടീഷൻസ് ദാറ്റ് ഈസ് 4.1. അപ്പൊ 4.1 നമ്മുടെ 4 കഴിഞ്ഞിട്ട് അടുത്ത കുഞ്ഞു ലൈൻ ഉണ്ടല്ലോ, ആ കുഞ്ഞു ലൈനും 4നും ബിറ്റ്വീൻ വരുന്നതായിരിക്കും 4.1. ഇവിടെ വരും. അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ചു വരയ്ക്കുക കേട്ടോ.
ഇനി അടുത്തത് അതർ കോസസ്, ദാറ്റ് ഈസ് 22. അപ്പൊ വീണ്ടും നമ്മൾ ഒരു യൂണിറ്റ് വിട്ടതിന് ശേഷം ഇവിടെ നമ്മുടെ അതർ കോസസ്, അതിന് ഞാൻ OC എന്ന് കൊടുക്കുന്നു, ദാറ്റ് ഈസ് 22. 22 ഏതാണ്? ദാ ഇവിടെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തത് ദാ ഇവിടെ വരും 22. ഇവിടെ നമ്മുടെ ബാറുകൾ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ നമ്മുടെ ബാർ നമ്മൾ വരച്ചു കഴിഞ്ഞു, ബാർ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞു. നമ്മുടെ എല്ലാ ബാറുകളും തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണുള്ളത്. ബാറുകളുടെ വിഡ്ത്തും ഇവിടെ സെയിം ആണ്. ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് കണ്ടീഷൻ ഈസ് ദ മേജർ കോസ് ഓഫ് വുമൺസ് ഇൽ ഹെൽത്ത് ആൻഡ് ഡെത്ത് വേൾഡ് വൈഡ്? ഈ വുമൺസിന്റെ ഇൽ ഹെൽത്തിനും ഡെത്തിനും വേൾഡ് വൈഡിലുള്ള മേജർ കോസ് ഏത് കണ്ടീഷൻ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ 6 കണ്ടീഷൻസ് ഇവിടെ നമ്മൾ ഗ്രാഫിൽ വരച്ചിട്ടുണ്ട്. അതില് മേജർ ആയിട്ട് വരുന്നത് ഏതാണ്? മേജർ കോസ് ഏതാണ്? ഇവിടെ ലെങ്ത് കൂടിയ ബാർ ഏതാണോ അതായിരിക്കും. ലെങ്ത് കൂടിയ ബാർ ഏതാണ്? RHC ആണ് അല്ലെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കണ്ടീഷൻസ് ആണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എന്തെഴുതാം? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കണ്ടീഷൻസ്. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. Try to find out with the help of your teacher any 2 factors which play a major role in the cause in 2 above being the major cause. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ ഇതിന് മേജർ കോസ് ആയിട്ട് വരാനുള്ള 2 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കണം. അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കണ്ടീഷൻസ് ആണ് വുമൻസിന്റെ ഈ ഹെൽത്തിനും ഡെത്തിനും ആയിട്ടുള്ള മേജർ കോസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതാവാനുള്ള 2 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ കുറവ് കൊണ്ട് നമുക്ക് വുമൻസിന്റെ ഹെൽത്തിനും ഡെത്തിനും അത് കാരണമാകാം. അതേപോലെ കറക്റ്റ് ട്രീറ്റ്മെന്റുകളെ കുറിച്ചുള്ള അറിവില്ലായ്മ, അതിനെക്കുറിച്ചുള്ള നോളജ് അവർക്കില്ലാതെ വരുന്നതും ഇതിന് കാരണമാകാം. അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്തെഴുതാം? ദ ഫാക്ടേഴ്സ് ആർ ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റീസ്. അടുത്തത് എന്തെഴുതാം? ലാക്ക് ഓഫ് കറക്റ്റ് നോളജ് ഓഫ് ട്രീറ്റ്മെന്റ്. ഇത് രണ്ടുമാണ് ഇതിനുള്ള 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.